തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഒരു അഭ്യാസി വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു കയറ് കെട്ടി ആ കയറിൻ്റെ മുകളിലൂടെ നടക്കുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ അത് നോക്കി കണ്ടുകൊണ്ടിരുന്നു. ചരടിൻ്റെ മുകളിലൂടെ നടന്ന് മറുകരയിലെത്തി. വീണ്ടും അദ്ദേഹം ആ ചരടിൻ്റെ മുകളിലൂടെ നടന്ന് അടുത്ത കരയ്ക്ക് എത്തി. എല്ലാവരും കൈയടിച്ച് ആഹ്ലാദത്തോടെ നിൽക്കുമ്പോൾ ഈ അഭ്യാസി അവരോടിങ്ങനെ പറഞ്ഞു, ഇതിനേക്കാൾ മനോഹരമായ ഒരു അഭ്യാസം കൂടെ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ഒരാൾ എനിക്ക് വേണം. നിങ്ങളിൽ ആർക്കെങ്കിലും എൻ്റെ തോളിൽ കയറിയിരിക്കാം. നിങ്ങളെയും ഇരുത്തിക്കൊണ്ട് ഞാൻ ഈ ചരടിലൂടെ നടന്ന് മറുകരയിലെത്തും. ആരാണ് ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തയ്യാറ്? ആഹ്ലാദത്തിൽ നിലനിന്ന ജനക്കൂട്ടം നിശബ്ദരായി. പലരും പിന്മാറാൻ തുടങ്ങി. ആരും അദ്ദേഹത്തിൻ്റെ തോളിലിരിക്കാൻ ധൈര്യപ്പെട്ടില്ല. ആ സമയത്താണ് ഒരു കൊച്ചുകുട്ടി ഞാനുണ്ട് എന്ന് വിളിച്ച് പറഞ്ഞ് ഈ അഭ്യാസിയുടെ അരികിലെത്തിയത്. ആ കൊച്ചുകുട്ടി ഈ അഭ്യാസിയുടെ കഴുത്തിൽ കയറിയിരുന്നു മിഴിപൂട്ടി ഇറുക്കി പിടിച്ചിരിക്കുകയാണ്. ഈ അഭ്യാസി വളരെ കൃത്യതയോടെ ആ ചരടിൻ്റെ മുകളിലൂടെ നടന്ന് കരയുടെ മറുകരയിലെത്തി. എല്ലാവരും കൈയടിച്ച് ആഘോഷത്തോടെ അത്ഭുതത്തോടെ ഈ കാഴ്ച കണ്ടു. ഓടി വന്ന ആ കുഞ്ഞിനെ എല്ലാവരും പൊക്കിയെടുത്തു. വല്ലാത്ത ധൈര്യമാണ് നീ കാണിച്ചത്. ഈ ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി കുട്ടി? കുട്ടി പറഞ്ഞു, അത് എൻ്റെ അപ്പനാണ്, അതെൻ്റെ അപ്പനാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ നൂൽപാതയിലൂടെ ചില അവസരങ്ങളിൽ നമ്മളും കടന്നു പോകേണ്ടതായിട്ടൊക്കെ വരും. വെല്ലുവിളികൾ ഏറ്റെടുക്കണമെങ്കിൽ പിതാവായ ദൈവത്തെ അപ്പയായി കണ്ട് അവൻ്റെ തോളിൽ കയറിയിരിക്കുവാനായിട്ട് തയ്യാറായാൽ രോഗത്തിൻ്റെ, തകർച്ചയുടെ, കടബാധ്യതയുടെയൊക്കെ നൂൽപാലത്തിലൂടെ നിനക്കും കടന്നു പോകാനായിട്ട് സാധിക്കും. ഇന്ന് ജീവിതത്തെ ഭയപ്പെട്ട് ആകുലപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണോ? ഈ കുഞ്ഞിനെ പോലെ നീ പിതാവായ ദൈവത്തിൻ്റെ ആ തോളിൽ കയറിയിരുന്ന് അവനെ മുറുകെ പിടിച്ചാൽ പിതാവായ ദൈവം നീ ഇന്ന് നേരിടുന്ന സഹനങ്ങളുടെ, തകർച്ചകളുടെ നൂൽപാലത്തിലൂടെ സുരക്ഷിതമായി നിന്നെ കരയ്ക്കെത്തിക്കും. അതിനായിട്ട് ദൈവത്തെ നമുക്ക് കൂട്ടുപിടിക്കാം. പിതാവായ ദൈവമാണ് എൻ്റെ അപ്പ എന്ന് പറയുവാൻ ഓരോ നിമിഷവും നിനക്ക് സാധിച്ചാൽ നിൻ്റെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. അസീസിയിലെ ഫ്രാൻസിസ് ഒരു വേള ബിഷപ്പിൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ വസ്ത്രങ്ങൾ മുഴുവനും ഉരിഞ്ഞു കൊടുത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇനി എൻ്റെ അപ്പൻ സ്വർഗത്തിലെ പിതാവാണ്. പിന്നെ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ തകർച്ചകളെയും തടസ്സങ്ങളെയും നൂൽപാലങ്ങളെയും അദ്ദേഹത്തിന് ഭീതി കൂടാതെ അതിജീവിക്കുവാനായിട്ട് കരുത്ത് ലഭിച്ചു. നിൻ്റെ ജീവിതത്തിലും പിതാവായ ദൈവം ഉണ്ടെന്നുള്ള തിരിച്ചറിവോടെ ജീവിക്കാൻ തയ്യാറായാൽ നിനക്കും ഇതുപോലെ അനുഗ്രഹം പ്രാപിക്കാം.
ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നുറുങ്ങുവെട്ടം